അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅഫ്ളലുസ് സ്വലാത്തി വഅതമ്മുത് തസ്ലീമി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അഖ്രിജ്നാ മിൻ ദുലുമാതിൽ വഹ്ം വഅക്രിംനാ ബിനൂരിൽ ഫഹ്ം വഫ്തഹ് അലൈനാ ബിമഅരിഫത്തിൽ ഇൽം വസഹ്ഹിൽ അഖ്ലാഖനാ ബിൽ ഹിൽം വജഅൽനാ മിമ്മൻ യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സന. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇലൽ ഹബീബ് എന്ന പഠന പരമ്പരയുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവാചക ചരിത്രം പഠിക്കുന്നതിന് മുമ്പ് അനിവാര്യമായി മനസ്സിലാക്കേണ്ട ചില വസ്തുതകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്തിനാണ് ചരിത്രം പഠിക്കുന്നതെന്നും ഖുർആനിക സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി. എപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിക്കേണ്ടതെന്നും നമ്മൾ ചർച്ച ചെയ്തു. അത് എല്ലാവരും കേൾക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഒന്നുകൂടി സ്പെസിഫിക്കായി പ്രവാചക ചരിത്രം പഠിച്ചാലുണ്ടാകുന്ന 5 നേട്ടങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് വിശകലനം ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വൈയക്തിക ജീവിതം മനസ്സിലാക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമാക്കിയതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വചനം പൂർത്തിയാവാതെ നമ്മൾ മുസ്ലിങ്ങളാവുകയില്ല. സ്വാഭാവികമായി ആ റസൂലിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതല്ലേ? ജനനം, മരണം, വൈവാഹിക ജീവിതം, സൗഹൃദ ബന്ധങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ തുടങ്ങി പ്രവാചകരുടെ ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അം ലം യഅരിഫു റസൂലഹും ഫഹും ലഹു മുൻകിറൂൻ. ഈ സൂക്തത്തിൽ തങ്ങളുടെ റസൂൽ അപരിചിതനായത് കൊണ്ടാണോ അവർ അദ്ദേഹത്തെ നിഷേധിക്കുന്നതെന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ സൂക്തത്തിന്റെ വിശദീകരണത്തിൽ പല ഖുർആൻ വ്യാഖ്യാതാക്കളും മുസ്ലിം സമൂഹത്തിന്റെ അധപ്പതനത്തിന്റെ പ്രധാന കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാത്തതാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ഇഹപര വിജയത്തിന്റെ നിദാനം പ്രവാചക ചരിത്രം പഠിക്കലാണെന്ന് സാരം. ലോകത്ത് തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ചക്രവാള സീമകൾ ലംഘിച്ച് നിരവധി മഹാന്മാർ കടന്നു പോയിട്ടുണ്ട്. അവരെ പോലെ പ്രതിപാദനത്വം നിറഞ്ഞ ഒരു വ്യക്തി മാത്രമായിരുന്നു പ്രവാചകൻ എന്ന് തെറ്റിദ്ധരിക്കാനുമിടയുണ്ട്. എന്നാൽ പ്രവാചകൻ അസാധാരണ മനുഷ്യനാണെന്നും അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നും മനസ്സിലാക്കണമെങ്കിൽ പ്രവാചക ജീവിതത്തിലെ ഓരോ നിമിഷവും മനസ്സിലാക്കണം. അത് സാധ്യമാകുന്നത് പ്രവാചക ജീവചരിത്രം സമ്പൂർണമായി പഠിക്കുമ്പോൾ മാത്രമാണ്. രണ്ടാമതായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഥവാ പ്രവാചകരുടെ ജീവിത ശൈലി മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിൽ പ്രവാചകരിൽ നിങ്ങൾക്ക് ഉദാത്ത മാതൃകയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പ്രവാചകൻ ഒരു റോൾ മോഡലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് പ്രവാചകരുടെ ജീവിതത്തിന് അനുസൃതമായിട്ടാണ്. ആ റോൾ മോഡൽ മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകരുടെ ജീവിതം നമ്മൾ പഠിക്കേണ്ടതല്ലേ? ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പലവിധ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് സമദാനി സാഹിബിന്റെ മദീനയിലേക്കുള്ള പാതയിൽ പറഞ്ഞ പോലെ സമകാലിക സമസ്യകൾക്ക് പൂരണമാണ് പുണ്യ റസൂലിന്റെ ജീവിതം. അഥവാ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മുസ്ലിം സമൂഹം കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരാവുന്നുണ്ട്. അങ്ങനെ പീഡനങ്ങൾക്ക് വിധേയരാവുന്ന വ്യത്യസ്ത വാർത്തകൾ നാം നിരന്തരം വായിക്കുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൾ വല്ലാതെ വേദനിക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയനാവുകയും അതിനെയൊക്കെ പുഞ്ചിരിച്ച് നേരിടുകയും ചെയ്ത് അജയ്യനായി തിരിച്ചു വന്ന പ്രവാചകരുടെ ചരിത്രം വായിക്കുന്നത് നമ്മുടെ മനസ്സിനൊരു ദൃഢത നൽകുന്നുണ്ട്. അത് ഊഷരമായ മരുഭൂമിയിലെ തെളിനീരുറവ പോലെയാണ്. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ പ്രവാചകരുടെ ജീവിതം ശരിക്കും മനസ്സിലാക്കണം. ഇതാണ് മൂന്നാമത്തെ കാര്യം. കാരണം മുൻകാല വേദങ്ങളെപ്പോലെ അഥവാ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ പോലെ ഒന്നിച്ചിറങ്ങിയതല്ല ഖുർആൻ. ഖുർആൻ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് 23 വർഷക്കാലത്തെ വ്യത്യസ്ത സമയങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടതാണ്. അസ്ബാബുൽ നുസൂല്
അഥവാ ഖുർആൻ ഇറങ്ങിയ സാഹചര്യം മനസ്സിലാക്കാതെ ഖുർആൻ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഒരു ഉദാഹരണം പറയാം. لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. ഈ പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സൂക്തം ഇറങ്ങിയ സന്ദർഭത്തിൽ മർവാൻ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു തആല അൻഹു വല്ലാതെ പ്രയാസപ്പെട്ടു. കാരണം സൂക്തത്തിന്റെ അർത്ഥം തന്നെ തങ്ങൾ ചെയ്തതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്യാത്തതിന്റെ പേരിൽ മറ്റുള്ളവർ പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ചിലരുണ്ട്. അവർ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടവരാണെന്ന് താങ്കൾ ഒട്ടുമേ വിചാരിക്കേണ്ട. കഠിനമായ ശിക്ഷയുണ്ട് അവർക്ക്. ഇതാണ് പ്രസ്തുത സൂക്തത്തിനർത്ഥം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ സന്തോഷിക്കുന്നവരെയും ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ പുകഴ്ത്തപ്പെടാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ അള്ളാഹു ശിക്ഷിക്കുമെങ്കിൽ നമ്മൾക്കൊക്കെ ശിക്ഷ ലഭിക്കുകയില്ലേ? നമ്മൾക്കൊക്കെ അത് ഇഷ്ടാണല്ലോ. ഇതാണ് മർവാൻ ഇബ്നുൽ ഹക്കം റളിയല്ലാഹു തആല അൻഹുവിനെ വിഷമിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കാര്യങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കി കൊടുത്തു. അതിപ്രകാരമായിരുന്നു. ജൂതരോട് അവരുടെ ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോൾ അവർ സത്യം മറച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കളവും പറഞ്ഞു. മാത്രവുമല്ല, അവർ സൽപ്രവർത്തികളാണ് ചെയ്തതെന്ന് വ്യക്തമാക്കുകയും അതിന്റെ പേരിൽ പുകഴ്ത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ഈ സൂക്തം അവതീർണമായത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പ്രവാചക ചരിത്രത്തിന്റെ ഈ ചരിത്ര ശകലം മനസ്സിലാക്കാതെ എങ്ങനെയാണ് പ്രസ്തുത സൂക്തത്തിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അതുകൊണ്ട് പ്രവാചക ചരിത്രം നമ്മൾ പഠിച്ചേ തീരും. നാലാമത്തെ പ്രയോജനം, ഇസ്ലാമിക സംസ്കാരം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഇസ്ലാം എന്നത് ഒരു ആശയധാരയാണ്. അതോടൊപ്പം അതൊരു സംസ്കാരവും ജീവിത പദ്ധതിയും കൂടിയാണ്. ആ സംസ്കാരവും ജീവിത പദ്ധതിയും പൂർണ്ണമായി ആവിഷ്കരിക്കപ്പെട്ടത് പ്രവാചക ജീവിതത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ ജീവിതം മനസ്സിലാക്കാതെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ സത്തയും സാരസമ്പൂർണതയും മനസ്സിലാക്കാൻ സാധിക്കുകയേയില്ല. ചില പണ്ഡിതന്മാർ പറയുന്ന രസകരമായ ഒരു വാചകമുണ്ട്. അൽ ഖുർആനു കൗനുൻ നാതിഖ്, അഥവാ ഖുർആനിലേക്ക് നോക്കിയാൽ അത് ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ കൈ പിടിച്ചാനയിക്കും. അൽ കൗനു ഖുർആനു സാമിത്ത്, പ്രപഞ്ചമാണെങ്കിലോ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള കുറുക്കു വഴിയാണ്. വൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആനുൻ യംശി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്ന ഖുർആനാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അത് നമ്മളെ ഖുർആനിലേക്കും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിലേക്കും അതിന്റെ പിന്നിൽ ശക്തിയിലേക്കും നയിക്കും. ഇതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ കാന ഖുലുഖു അൽ ഖുർആൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. മാത്രവുമല്ല, ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വിശേഷിപ്പിച്ചത് വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നാണ്. ശ്രേഷ്ഠമായ സ്വഭാവത്തിനുടമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നു. ഖുർആനിൽ പറഞ്ഞ ശ്രേഷ്ഠമായ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അപഗ്രഥിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇടയിൽ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. 30 ദിവസത്തെ ക്ലാസ്സിൽ 63 വർഷക്കാലത്തെ ജീവിതം ചുരുക്കി പറയേണ്ടതുണ്ട്. പല പോയിന്റുകളും അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ക്ലാസ് കേൾക്കുന്ന മുഴുവൻ സമയം സശ്രദ്ധം ശ്രവിക്കണമെന്ന് ആനുഷംഗികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അഞ്ചാമത്തെയും അവസാനത്തെയും നേട്ടം, പ്രവാചക ചരിത്രം പഠിച്ചാലുണ്ടാകുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും ഗുണവശം എന്ന് പറയുന്നത് എപ്രകാരമാണ് പ്രബോധനം നടത്തേണ്ടത് എന്നതിന് കൃത്യമായ മാർഗരേഖ പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നു എന്നതാണ്. മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വം പ്രബോധനമാണല്ലോ. ഇസ്ലാമിന്റെ വെളിച്ചമെത്താത്തവർക്ക് എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കലും ഇസ്ലാമോഫോബിയയുടെ കാലഘട്ടത്തിൽ തെറ്റിദ്ധാരണ ദൂരീകരിച്ച് സുന്ദരമായ ഇസ്ലാം എന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലും, അതേപോലെ തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇസ്ലാമിന്റെ ഋജുവായ പാത പറഞ്ഞു കൊടുക്കലും പ്രബോധനമാണ്. ഇതെല്ലാം മുസ്ലിങ്ങളുടെയും ദൗത്യമാണ്. ആണും പെണ്ണും പണ്ഡിതരും പാമരും കച്ചവടക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും പ്രബോധകരാണ്. അത് എപ്രകാരമാണ് നിർവഹിക്കേണ്ടതെന്ന കൃത്യമായ പാഠം പ്രവാചക ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളെ പറ്റി ഖുർആൻ പേർത്തും പ്രബോധകർ എന്ന് പരിചയപ്പെടുത്തുന്നതും കാണാം. പ്രിയപ്പെട്ട സഹോദരന്മാരാണ്, ഇത്രയുമാണ് പ്രവാചക ചരിത്രം പഠിച്ചാൽ ഉണ്ടാകുന്ന 5 നേട്ടങ്ങൾ. അടുത്തതായി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാൻ അവലംബിക്കേണ്ട സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കലങ്ങിയ വെള്ളത്തിൽ നിന്ന് കലങ്ങിയ വെള്ളം മാത്രമേ ലഭിക്കുകയുള്ളൂ. ശുദ്ധമായ വെള്ളം ലഭിക്കണമെങ്കിൽ ശുദ്ധ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വെള്ളം എടുക്കണം. ചരിത്രവും അങ്ങനെ തന്നെയാണ്. ശരിയായ സ്രോതസ്സുകളെ ആശ്രയിച്ചാൽ മാത്രമേ കൃത്യമായ ചരിത്രം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രവാചക ചരിത്രം പഠിക്കാൻ അവലംബിക്കേണ്ട ഓരോ സ്രോതസ്സും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രവാചക ചരിത്രം പഠിക്കാൻ നമ്മൾ ഒന്നാമതായി ആശ്രയിക്കേണ്ടത് ഖുർആനാണ്. നമുക്കറിയാവുന്നതുപോലെ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വഴികാട്ടി എന്ന നിലയിൽ പലപ്പോഴും ഖുർആനിൽ പ്രവാചക ചരിത്രങ്ങൾ വരുന്നുണ്ട്. സൂറത്തുൽ അംഫാലിൽ ബദറിന്റെയും മുഹദിന്റെയും ചരിത്രം വായിക്കാം. സൂറത്തുൽ അഹ്സാബിൽ പ്രവാചകരുടെ വൈവാഹിക ജീവിതത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാം. സൂറത്ത് തൗബയിൽ തബൂക്ക് യുദ്ധത്തിന്റെയും പ്രസ്തുത യുദ്ധത്തിൽ കപടവിശ്വാസികൾ സ്വീകരിച്ച അപകടകരമായ നിലപാടിന്റെയും വിശദമായ ചരിത്രം വായിക്കാം. അങ്ങനെ ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ സാധിക്കും. രണ്ടാമത്തെ സ്രോതസ് പ്രവാചകരുടെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഉറങ്ങിയത്, എങ്ങനെയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റത്, എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചത്, വസ്ത്രം ധരിച്ചത്, ചിരിച്ചത്, കളിച്ചത്, തമാശകൾ പറഞ്ഞത്, പുഞ്ചിരിക്കുമ്പോൾ എത്ര പല്ല് കാണിച്ചിരുന്നു എന്ന് പോലും രേഖയാണ്. ഇത്രയധികം സസൂക്ഷ്മമായി ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തിയും ലോകത്ത് പ്രവാചകർക്ക് മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. ഈ പോയിന്റ് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ചുരുക്കത്തിൽ ഹദീസും പ്രവാചക പഠനത്തിന്റെ മികച്ചൊരു സ്രോതസ്സാണ്. മൂന്നാമതായി പ്രവാചക ചരിത്രം എഴുതിയ കൃതികൾ ആശ്രയിക്കാം. ആദ്യകാലത്ത് പ്രവാചക ചരിത്രങ്ങൾ സെപ്പറേറ്റ് ആയി എഴുതിയിരുന്നില്ല. ഹദീസുകളുടെ വരികൾക്കിടയിൽ നിന്ന് പ്രവാചക ചരിത്രം ചികഞ്ഞെടുക്കണമായിരുന്നു. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു തുടങ്ങിയത്. പ്രവാചക ചരിത്രം സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന ആദ്യ ഗ്രന്ഥം രചിച്ചത് സയ്യിദ് റമളാൻ അൽ-ബൂത്തി ഫിഖ്ഹുൽ സീറയിൽ പറയുന്നത് പ്രകാരം ഹിജ്റ വർഷം 92 വഫാത്തായ ഉർവത്ത് ഇബ്നു സുബൈർ ആണ്. അദ്ദേഹത്തിന് ശേഷം അബ്ബാൻ ഇബ്നു ഉസ്മാൻ, വഹബ് ഇബ്നു മുനബ്ബഹ്, ഇബ്നു ശിഹാബ് സുഹരി തുടങ്ങിയവർ വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ രചിച്ചു. ഒരു ദുഃഖ സത്യം എന്തെന്ന് വെച്ചാൽ ഇവരുടെ കൃതികളൊന്നും അതേപടി ഇന്ന് ലഭ്യമല്ല. എന്നാൽ ഹിജ്റ വർഷം 152 വഫാത്തായ ഇബ്നു ഇസ്ഹാഖ് എന്നിവർ എഴുതിയ ഗ്രന്ഥം പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയതും പഴക്കമേറിയതുമാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഇബ്നു ഹിഷാം എന്നിവർ ചുരുക്കി എഴുതി. നമ്മളൊക്കെ പ്രവാചക ചരിത്രത്തിൽ നിരന്തരമായി കേൾക്കുന്ന സീറത്ത് ഇബ്നു ഹിഷാം എന്ന ഗ്രന്ഥം ഇതാണ്. ഇബ്നു ഹിഷാം ചുരുക്കി എഴുതിയ ആ ഗ്രന്ഥമാണ്. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഹദീസുകളെയും ആദ്യകാലത്ത് രചിക്കപ്പെട്ട ഇത്തരം ഗ്രന്ഥങ്ങളെയും അവലംബിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവയൊക്കെയാണ് പ്രവാചക പഠനത്തിൽ നമ്മൾ ആശ്രയിക്കേണ്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ. ആധികാരികമായ പ്രസ്തുത ഗ്രന്ഥങ്ങളെ അവലംബിച്ച് തയ്യാറാക്കിയ നിരവധി പ്രവാചക പഠനങ്ങൾ മലയാളത്തിൽ ലഭ്യമാണ്. ഇതൊക്കെയാണ് പ്രവാചക പഠനത്തിന് അവലംബിക്കേണ്ട പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ. പ്രവാചകരുടെ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങളുടെ വിജയത്തിന്റെ നിദാനം ഖുർആനും പ്രവാചക ചര്യകളുമാണ്. പ്രവാചക ചര്യയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചാൽ മുസ്ലിങ്ങൾ ഒരു ചിറകൊടിഞ്ഞ പക്ഷിയെ പോലെയാകും. അതുകൊണ്ട് പ്രവാചകരുടെ ചരിത്രം മാറ്റിമറിക്കാൻ ഗൂഢമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സയ്യിദ് റമളാൻ അൽ-ബൂത്തി ഈ വിഷയം ഫിഖ്ഹുൽ സീറ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ ഉദാഹരണം പറയാം. വിഷയം സങ്കീർണവും അതിലേറെ ഗൗരവതരവും ആയതുകൊണ്ട് ശ്രവിക്കണമെന്ന് ആദ്യമേ പറയുകയാണ്. H.R. ഗിബ് എന്ന പാശ്ചാത്യ പണ്ഡിതൻ ദ സ്ട്രക്ചർ ഓഫ് റിലീജിയസ് തോട്ട്സ് ഇൻ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബികൾ തുടർന്നു വന്ന നാഗരികതക്ക് മതത്തിന്റെ പരിവേഷം നൽകുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ അവർക്ക് പരിചയമില്ലാത്തതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ആരോപണത്തിലേറെ ഗൗരവതരമായ കാര്യം ഇത് സ്ഥാപിക്കാൻ ഷാ വലിയുള്ളാഹി ദൗലവിയെ ഉദ്ധരിക്കുന്നുവെന്നതാണ്. സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രകാരം സത്യം കൃത്യമായി അറിഞ്ഞിട്ടും തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് H.R. ഗിബ് അങ്ങനെ പറയുന്നത്, അല്ലാതെ കാര്യം മനസ്സിലാക്കാഞ്ഞിട്ടല്ല. ഹുജ്ജത്തുള്ളാഹിൽ ബാലിഗ വായിച്ചാൽ അത് വളരെ വ്യക്തമാവുകയും ചെയ്യും. അല്പം സുദീർഘാണെങ്കിലും വിഷയത്തിന്റെ ഗൗരവം പരിഗണിച്ച് ആ ഭാഗം മുഴുവനായി ഞാൻ വായിക്കാം.
ശ്രദ്ധിച്ചു കേൾക്കണം. പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത് ശുദ്ധമായ ഇസ്മായിലി പാരമ്പര്യവുമായിട്ടാണ്. അതിൽ നടത്തിയ കൈകടത്തലുകളും തെറ്റും തിരുത്തി ഇസ്മായിലി പാരമ്പര്യത്തിന്റെ തനിമ വീണ്ടെടുക്കലായിരുന്നു നിയോഗ ദൗത്യം. മില്ലത്ത് അബീക്കും ഇബ്രാഹിം അഥവാ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ ചര്യ എന്ന ഖുർആനിക സൂക്തത്തിന്റെ താല്പര്യവും മറ്റൊന്നല്ല. അതിനാൽ നിലവിലെ ജീവിത രീതിയുടെ അടിസ്ഥാനം അംഗീകരിക്കുകയും ചര്യകൾ സ്ഥാപിക്കുകയും വേണം. ഏത് പ്രവാചകനായാലും തന്റെ സമൂഹത്തിൽ അവശേഷിക്കുന്ന ഉത്കൃഷ്ടമായ ചര്യകൾ മാറ്റുന്നതിൽ അർത്ഥമില്ല. നിർബന്ധമായും അത് അംഗീകരിക്കണം. കാരണം ജനങ്ങൾ അത് പെട്ടെന്ന് അംഗീകരിക്കും. അവർക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നതുമായിരിക്കും അത്. ബനു ഇസ്മായിലിൽ അവശേഷിക്കുന്ന ചര്യകൾ അവരുടെ പിതാവായ ഇസ്മായിലിൽ നിന്നുള്ള തിരുശേഷിപ്പുകളാണ്. സ്വയം പിഴക്കുകയും മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്ത അംർ ഇബ്നു ലുഅയ്യാണ് അവരിൽ മാറ്റങ്ങൾ വരുത്തിയത്. അദ്ദേഹമാണ് ബിംബാരാധനയും ബിംബങ്ങൾക്ക് ബലിമൃഗത്തെ നേർച്ചയാക്കുന്നതും കൊണ്ടുവന്നത്. അതുമുതൽ മതം യുക്തിഹീനമാവുകയും സത്യവും അസത്യം ഇടകലരുകയും ചെയ്തു. അവർക്കിടയിൽ സത്യനിഷേധവും ബൗദ്ധൈവാരാധനയും അജ്ഞതയും വ്യാപിച്ചു. അത് ശരിപ്പെടുത്താനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. അവരുടെ നിയമക്രമത്തിൽ ഇസ്മായിലി പാരമ്പര്യത്തോടും ദൈവിക നിയമക്രമത്തോടും യോജിക്കുന്നത് നിലനിർത്തുകയും ദൈവനിഷേധത്തിന്റെയും ബൗദ്ധൈവാരാധനയുടെയും ചിഹ്നങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഷാ വലിയുള്ളാഹി ദഹ്ലവി പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ? വളരെ വ്യക്തമാണ്, തെറ്റിദ്ധരിക്കാനൊന്നുമില്ല. ഈ ഒരു കാര്യമാണ് വളച്ചൊടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യൻ നാഗരികതയ്ക്ക് മതത്തിന്റെ പരിവേഷം നൽകുക മാത്രമാണ് ചെയ്തതെന്നും ഷാ വലിയുള്ളാഹി ദഹ്ലവി അത് സമ്മതിക്കുമെന്നൊക്കെ പറയുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണിത്. പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്. മുസ്ലിങ്ങളെ വഴിപിഴപ്പിക്കുക മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത്തരം ഗ്രന്ഥങ്ങൾ പ്രവാചക ചരിത്രം പഠിച്ചു തുടങ്ങുന്നവർ ഒരിക്കലും വായിക്കരുത്. ആരോപണത്തിന് മറുപടി പറയാൻ വേണമെങ്കിൽ അഭ്യസ്ത വിദ്യരായവർക്ക് വായിക്കാം. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ പഠിച്ചു തുടങ്ങുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബർക്കത്തിന് വേണ്ടി ബൂസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിതാശകലം ആലപിക്കാം. فإن فضل رسول الله ليس له حد فيعرض عنه ناطق بفمه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തിന് ഒരു പരിധിയുമില്ല. അത് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യവുമല്ല. നമ്മൾക്ക് ഈ പഠനത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവും ശ്രേഷ്ഠതയും പരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിവിന്റെ പരമാവധി നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം.